Hello everyone, welcome back to another video. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് സെക്യൂരിറ്റിയുടെ പാർട്ട് 9 ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോക്കോൾസ് ആണ് അല്ലേ. ഡേറ്റ ലിങ്ക് ലെയറിൽ വരുന്ന ടോപ്പിക്കാണിത്, മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോക്കോൾസ്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് 3 പ്രോട്ടോക്കോൾസ് ആണുള്ളത്: റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾസ്, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ്, ചാനലൈസേഷൻ പ്രോട്ടോക്കോൾസ്. റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ അലോഹ, CSMA, CSMA-CD, CSMA-CA ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ് ആണ്. കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസിനകത്ത് 3 മെത്തേഡ്സ് ആണുള്ളത്: റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ പാസിംഗ്. അപ്പം ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. അതിന് മുന്നേ കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? The station seek information from one another to find which station has the right to send. It allows only one node to send at a time to avoid collisions of messages on shared medium. അതായത് ഇതിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലോട്ട് ഡേറ്റാസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്ന സ്റ്റേഷൻസ് മറ്റ് സ്റ്റേഷൻസിൻ്റെ എല്ലാം എന്ത് ചെയ്യണം? പെർമിഷൻസ് വാങ്ങണം. അതാണ് പറയുന്നത് ഓൾ സ്റ്റേഷൻസ് നീഡ് ടു കൺസൾട്ട് വിത്ത് വൺ അനദർ in order to find out which station has the right to send the data. ഇതാണ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോളിൻ്റെ മെയിൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിനകത്ത് 3 മെത്തേഡ്സ് ആണുള്ളത്: റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ പാസിംഗ്. അപ്പോൾ ഓരോന്നും നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, റിസർവേഷൻ. റിസർവേഷൻ നമ്മൾ വേർഡ് ഒരുപാട് കേട്ടിട്ടുള്ള വേർഡാണ് അല്ലേ. നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നേരത്തെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സീറ്റ് റിസർവ് ചെയ്ത് വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈസിലി നമുക്ക് തെള്ളും ഇടിയൊന്നും ഇല്ലാതെ ട്രാവൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീറ്റൊക്കെ റിസർവ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് റിസർവേഷൻ ഇവിടെയും പറയുന്നത്. ഇൻ ദ റിസർവേഷൻ മെത്തേഡ് എ സ്റ്റേഷൻ നീഡ്സ് ടു മേക്ക് എ റിസർവേഷൻ ബിഫോർ സെൻഡിങ് ഡേറ്റ. ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റേഷൻ എന്ത് ചെയ്ത് വയ്ക്കണം? റിസർവ് ചെയ്ത് വയ്ക്കണം. അവരുടെ സ്ലോട്ട് എന്ത് ചെയ്യണം? റിസർവ് ചെയ്യണം. അതായത് ടൈമിനെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. Time is divided into intervals. In each interval, a reservation frame precedes the data frame sent in that interval. ഓരോ ഇൻ്റർവെല്ലിലും ഓരോ റിസർവേഷൻ ഫ്രെയിമും ഉണ്ടാകും. ആ റിസർവേഷൻ ഫ്രെയിമിൽ ഉണ്ടായിരിക്കും. റിസർവേഷൻ ഫ്രെയിമിൽ ഓരോ സ്ലോട്ട്സ് കാണാം. ഈ സ്ലോട്ട്സിനകത്ത് റിസർവ്ഡ് ആണെങ്കിൽ ഡേറ്റാസ് ഓരോ സ്റ്റേഷനിലോട്ടും സെൻഡ് ചെയ്യും. If there are n stations in the system, there are exactly n reservation mini slots in the reservation frame. Each mini slot belongs to a station. അപ്പം n സ്റ്റേഷൻസ് ആണ് ഉള്ളതെങ്കിൽ n മിനി സ്ലോട്ട്സും ഉണ്ടായിരിക്കണം. അതായത് n റിസർവേഷൻ മിനി സ്ലോട്ട്സ്. ഓരോ മിനി സ്ലോട്ട്സും ഓരോ സ്റ്റേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഓക്കെ. When a station needs to send a data frame, it makes a reservation in its own mini slot. The stations that have made reservations can send their data frames after the reservation frame. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. ഇവിടെ ഒരു 5 സ്റ്റേഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ 5 മിനി സ്ലോട്ട്സ് ഉണ്ട്. 1, 2, 3, 4, 5. ഇത് ഓരോന്നും മിനി സ്ലോട്ട്സ് ആണ്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഈ ഒരു ഫ്രെയിമിനെ റിസർവേഷൻ ഫ്രെയിം എന്ന് പറയും. ഈ റിസർവേഷൻ ഫ്രെയിമിൽ ഓരോ മിനി സ്ലോട്ടും എന്തിനുള്ളതായിരിക്കും? ഓരോ സ്റ്റേഷൻസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേഷൻ്റെയാണ് ഫസ്റ്റ് മിനി സ്ലോട്ട്. അതിൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡിൽ 0. 1 എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് ആണെന്നാണ് കേട്ടോ. 0 എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിൽ എന്താണ്? റിസർവ്ഡ് ആണ്. അപ്പം ഡേറ്റ എന്ത് ചെയ്യുന്നു? സ്റ്റേഷൻ 1 ആൻഡ് തേർഡ് സ്റ്റേഷനിൽ എന്തുണ്ട്? റിസർവ്ഡ് ആണ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേഷൻ 3 അത് പോകുന്നത്. ഇനി 4th റിസർവ്ഡ് ആണ്. അപ്പം ഡേറ്റ സ്റ്റേഷൻ 4. ഇനി ഈ ഒരു ഫ്രെയിമിൽ ഫസ്റ്റ് സ്റ്റേഷൻ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? റിസർവ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഡേറ്റ സ്റ്റേഷൻ 1. ഓക്കെ. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഒരു സ്റ്റേഷൻസും റിസർവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റാസ് സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യണം? അവരുടെ തന്നെ ഓരോ സ്റ്റേഷനും ആ ഒരു മിനി സ്ലോട്ടിൽ ഡേറ്റാസിനെ എന്ത് ചെയ്യണം? റിസർവ് ചെയ്ത് വെക്കണം.
ഒരു റിസർവേഷൻ ഫ്രെയിം കാണും, അതിൽ മിനി സ്ലോട്ട്സ് കാണും. അപ്പോൾ 5 സ്റ്റേഷനാണുള്ളതെങ്കിൽ 5 മിനി സ്ലോട്ട് കാണും. ഓരോ മിനി സ്ലോട്ടും റിസർവ് ചെയ്തിട്ട് വേണം ആ ഒരു സ്റ്റേഷൻ എന്ത് ചെയ്യാൻ, ഡേറ്റാസ് സെൻഡ് ചെയ്യാൻ. ഓക്കെ, ഇതാണ് റിസർവേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് പോളിംഗ്. ഇൻ ദിസ് വൺ ആക്സസ് എ പ്രൈമറി സ്റ്റേഷൻ ആൻഡ് ദ അതേഴ്സ് ആർ സെക്കൻഡറി സ്റ്റേഷൻസ്. ഓൾ ഡേറ്റ എക്സ്ചേഞ്ചസ് മസ്റ്റ് ബി മെയ്ഡ് ത്രൂ ദി കൺട്രോളർ. ഇവിടെ പ്രൈമറി സ്റ്റേഷനുണ്ട്, സെക്കൻഡറി സ്റ്റേഷനുണ്ട്. പ്രൈമറി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോളർ എന്നും പറയുന്നുണ്ട്. പ്രൈമറി സ്റ്റേഷനെ കൺട്രോളർ എന്ന് പറയും. അപ്പോൾ ഒരു പ്രൈമറി സ്റ്റേഷൻസ് ആണ് ഉള്ളത്, ബാക്കിയെല്ലാം എന്തായിരിക്കും, സെക്കൻഡറി സ്റ്റേഷൻസ് ആയിരിക്കും. ഡേറ്റയുടെ എക്സ്ചേഞ്ച് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, പ്രൈമറി സ്റ്റേഷൻ ആയിരിക്കും. ദ മെസ്സേജ് സെൻഡ് ബൈ ദ കൺട്രോളർ കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ നോഡ് ബീയിങ് സെലക്ടഡ് ഫോർ ഗ്രാൻഡിങ് ആക്സസ്. ദ പ്രൈമറി ഡിവൈസ് മെയിൻലി കൺട്രോൾസ് ദ ലിങ്ക് വൈൽ ദ സെക്കൻഡറി ഡിവൈസ് ഫോളോസ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ പ്രൈമറി ഡിവൈസ്. The responsibility is on the primary device in order to determine which device is allowed to use the channel at a given time. അപ്പം മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് കൺട്രോളർ ആയിരിക്കും. കൺട്രോളർ സെൻഡ് ചെയ്യുന്ന മെസ്സേജിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ള നോഡിൻ്റെ അഡ്രസ്സും കൂടി കൊടുക്കും. അതായത് ഇപ്പം പെർമിഷൻ ഏത് നോഡിനാണോ ഉള്ളത് ആ നോഡിൻ്റെ അഡ്രസ്സും കൂടി എന്ത് ചെയ്യും, കൺട്രോളർ സെൻഡ് ചെയ്യും. പ്രൈമറി ഡിവൈസ് മെയിൻലി കൺട്രോൾ ചെയ്യുന്നത് ലിങ്കിനെയാണ്. എന്നാൽ സെക്കൻഡറി ഡിവൈസ് എന്ത് ചെയ്യുവാണ്, പ്രൈമറി ഡിവൈസിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൈമറി ഡിവൈസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ഡിവൈസാണ് ഈ ഒരു ഗിവൺ ടൈമിൽ ആക്സസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് ഡിവൈസിനാണ് ഇപ്പം ഗിവൺ ടൈമിൽ ചാനൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് പ്രൈമറി സ്റ്റേഷൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൈമറി സ്റ്റേഷനെ അതുകൊണ്ട് തന്നെ ഇനിഷ്യേറ്റർ ഓഫ് ദി സെഷൻ എന്നും വിളിക്കാറുണ്ട്. പ്രൈമറി സ്റ്റേഷനെ എന്തെന്ന് വിളിക്കുന്നുണ്ട്, ഇനിഷ്യേറ്റർ ഓഫ് ദി സെഷൻ. In case, if primary devices want to receive the data, then it usually asks the secondary devices if they have anything to send. This is commonly known as poll function. If the secondary device asks to transmit, then it sends the data frame. Otherwise, it sends a negative acknowledgement NAK. In case, if the primary device wants to send the data, then it tells the secondary devices in order to get ready to receive the data. This is commonly known as the select function. അതായത് ഈ ഒരു പോളിങ്ങിൽ 2 ഫങ്ഷൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പോൾ ഫംഗ്ഷനും സെലക്ട് ഫംഗ്ഷനും. ഇതൊക്കെയാണ് പോൾ ഫംഗ്ഷൻ, സെലക്ട് ഫംഗ്ഷൻ. 2 ഫംഗ്ഷൻസാണ് ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത്. പോൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൈമറി ഡിവൈസസിന് ഒരു ഡേറ്റയെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അതായത് പ്രൈമറി ഡിവൈസസിന് ഡേറ്റയെ റിസീവ് ചെയ്യണമെങ്കിൽ അത് ആദ്യം സെക്കൻഡറി ഡിവൈസസിനോട് ഡേറ്റാസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ് പോൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറി ഡിവൈസസിന് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവരൊരു ഡേറ്റ ഫ്രെയിം അങ്ങ് സെൻഡ് ചെയ്യും. അല്ല എങ്കിൽ അവരൊരു നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് NAക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അതായത് ഞങ്ങൾക്കിപ്പോൾ ഡേറ്റ ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യാനില്ല എന്ന് സെൻഡ് ചെയ്യും. സെലക്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൈമറി ഡിവൈസസിന് ഡേറ്റാസിനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേതെന്തിനായിരുന്നു, ഡേറ്റയെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പ്രൈമറി ഡിവൈസസ് വാണ്ട്സ് ടു സെൻഡ് ദ ഡേറ്റ, then it tells the secondary devices in order to get ready to receive the data. അപ്പോൾ ഡേറ്റയെ റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് പ്രൈമറി ഡിവൈസസ് എന്ത് ചെയ്യും, സെക്കൻഡറി ഡിവൈസസിനോട് ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ് സെലക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സെലക്ട് ഫംഗ്ഷൻ്റെയാണ്. ഇതെന്ന് പറഞ്ഞാൽ പോൾ ഫംഗ്ഷൻ. സെലക്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പ്രൈമറി ഡിവൈസസിന് ഡേറ്റയെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നോക്കിയേ, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും 2 സെക്കൻഡറി സ്റ്റേഷൻസ് ആണ്. ഫസ്റ്റ് പ്രൈമറി, ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കും, കണ്ടോ. പ്രൈമറി ഡിവൈസസ് എന്ത് ചെയ്തിട്ടുണ്ട്, സെക്കൻഡറി ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇതൊരു സെൽ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഫ്രെയിമിനെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഡിവൈസിന് ബിക്ക് ഒരു ഡേറ്റയെ സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു, സെൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതായത് സെലക്ട് ഫംഗ്ഷൻ സെൻഡ് ചെയ്യും. അപ്പോൾ ബി എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഒരു ACക്കാണ് സെൻഡ് ചെയ്യുന്നത്. കണ്ടോ, ACക്ക് സെൻഡ് ചെയ്തു. അതായത് ഞാൻ റെഡിയാണ്, നിങ്ങൾ
ഡേറ്റ എന്ത് ചെയ്തോ സെൻഡ് ചെയ്തോ എന്ന് സ്റ്റേഷൻ ബി പറയുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഡേറ്റ ഫ്രെയിം സെൻഡ് ചെയ്യുന്നു. അത് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ACK സിഗ്നൽ പ്രൈമറി ഡിവൈസിന് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സെലക്ട്. മനസ്സിലായല്ലോ? ആദ്യം സെലക്ട് എന്ന് പറയുന്നൊരു ഫ്രെയിം അയക്കും, അത് റെഡിയാണെങ്കിൽ ACK അയക്കും. അപ്പോൾ പ്രൈമറി ഡിവൈസ് എന്ത് ചെയ്യും, ഡേറ്റ ഫ്രെയിം അയക്കും, അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി പോൾ ഫംഗ്ഷൻ നോക്കാം. പോൾ ഫംഗ്ഷനിലും പ്രൈമറി ഡിവൈസസ് എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോൾ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പ്രൈമറി ഡിവൈസസ് ഡേറ്റയെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡേറ്റയെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഡേറ്റയെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രൈമറി ഡിവൈസിന് ഡേറ്റയെ റിസീവ് ചെയ്യണം. അപ്പോൾ അത് എന്ത് ചെയ്യുവാണ്, പോൾ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഫ്രെയിം പോൾ എന്ന് പറയുന്ന ഫ്രെയിം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേഷൻ എക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വല്ല ഡേറ്റയും സെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ സ്റ്റേഷൻ എ പറയുവാണ് ഇല്ല, അതാണ് NAK, നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് കൊടുത്തത്. ഡേറ്റ എനിക്കൊന്നും ഇല്ല സെൻഡ് ചെയ്യാൻ എന്ന് സ്റ്റേഷൻ എ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് പ്രൈമറി ഡിവൈസ് എന്ത് ചെയ്തു, പോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിയിലോട്ട് സെൻഡ് ചെയ്തു. ഉണ്ടോ, ബിയിലോട്ടാണ് സെൻഡ് ചെയ്തത്. അപ്പോൾ ബി എന്ത് ചെയ്യുവാണ്, ഡേറ്റയെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, പ്രൈമറി ഡിവൈസിന് ഡേറ്റയെ കൊടുക്കുന്നു. പ്രൈമറി ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് തിരിച്ച് ഡേറ്റയെ കിട്ടിയെന്നും പറഞ്ഞിട്ട് ബിക്ക് സെൻഡ് ചെയ്യുന്നു. ഇതാണ് സെലക്ട് ആൻഡ് പോൾ ഫംഗ്ഷൻ. വളരെ എളുപ്പത്തിൽ മനസ്സിലായില്ലേ? ഇവിടെ എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എഫിഷ്യൻസി ഓഫ് പോളിംഗ് മീൻസ് എഫിഷ്യൻസി ഓഫ് പോളിംഗ് ഈക്വൽ ടു TT ബൈ TT പ്ലസ് TPOL. ഇവിടെ TT എന്ന് പറഞ്ഞാൽ ബി ദ ടൈം റിക്വയർഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ ആൻഡ് TPOL ബി ദ ടൈം ഫോർ പോളിംഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക, എഫിഷ്യൻസി TT ബൈ TT പ്ലസ് TPOL. നെക്സ്റ്റ് മെത്തേഡ് ടോക്കൺ പാസിംഗ്. In the token passing methods, all the stations are logically connected to each other in the form of a ring. ഇവിടെ എല്ലാ സ്റ്റേഷൻസും കണക്ട് ചെയ്തിട്ട് ഒരു റിങ്ങിൻ്റെ ഫോമിലാണ് ഉള്ളത്. എ ടോക്കൺ ഈസ് എ സ്പെഷ്യൽ ബിറ്റ് പാറ്റേൺ ഓർ സ്മോൾ മെസ്സേജ് വിച്ച് സർക്കുലേറ്റ് ഫ്രം വൺ സ്റ്റേഷൻ ടു ദി നെക്സ്റ്റ് ഇൻ ദ സം പ്രീ ഡിഫൈൻഡ് ഓർഡർ. അപ്പോൾ ഇവിടെ ടോക്കൺ എന്ന് പറയുന്ന ഒരു ടേം പഠിക്കണം. ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബിറ്റ് പാറ്റേൺ അല്ലെങ്കിൽ സ്മോൾ മെസ്സേജ് എന്ന് പറയാം. ടോക്കൺ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലോട്ട് ഒരു പ്രീ ഡിഫൈൻഡ് ഓർഡറിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിരിക്കും. ദ ആക്സസ് ഓഫ് സ്റ്റേഷൻസ് ടു ദി ട്രാൻസ്മിഷൻ ലിങ്ക് ഈസ് ഗവേൺ ബൈ ടോക്കൺ. ഇപ്പോൾ ടോക്കണാണ് ഓരോ സ്റ്റേഷനെ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. എ സ്റ്റേഷൻ ഈസ് അലൗഡ് ടു ട്രാൻസ്മിറ്റ് എ ഡേറ്റ പാക്കറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് പോസസസ് ദ ടോക്കൺ, അതർവൈസ് നോട്ട്. ഇപ്പോൾ ഒരു സ്റ്റേഷന് ഡേറ്റ പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യണം, അതിൻ്റെ കയ്യിൽ ടോക്കൺ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. Each station passes the token to its neighboring station either clockwise or anti-clockwise. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുവാണിത്, ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ടോക്കൺ ഇങ്ങനെ ഓരോ സ്റ്റേഷൻ ബൈ സ്റ്റേഷൻ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫിഗറാണ് കാണിക്കുന്നത്. നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കും, ഒരു റിംഗ് ടോപ്പോളജിയുടെ ഫോമിലാണുള്ളത് അല്ലേ. സ്റ്റേഷൻ 1 2 3 4 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഇവിടെ ക്ലോക്ക് വൈസ് ആണ് പോകുന്നത് അല്ലേ. ടോക്കൺ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് സ്റ്റേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഇവിടെ എന്താണ്, എല്ലാം കൂടി ഒരു റിങ്ങിൻ്റെ ഫോമിലായിരിക്കും ഉള്ളത്. സ്റ്റേഷൻസ് എല്ലാം കൂടി ഒരു റിങ്ങിൻ്റെ ഫോമിലായിരിക്കും ഉള്ളത്. അപ്പം ഇനി ഇവിടെ നമുക്ക് ഒരു പ്രെഡിസസർ സ്റ്റേഷൻ എന്താണ്, സക്സസർ സ്റ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. പ്രെഡിസസർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് സ്റ്റേഷൻ്റെ കയ്യിലാണ് കറൻ്റ്ലി ടോക്കൺ ഉള്ളത്, ആ സ്റ്റേഷന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേഷനെ നമുക്ക് പ്രെഡിസസർ സ്റ്റേഷൻ എന്ന് പറയാം. അതുപോലെ എന്താണ്, ഇപ്പം കറണ്ട് സ്റ്റേഷന് ടോക്കൺ ഇരിക്കുന്ന കറണ്ട് സ്റ്റേഷന് ശേഷം വരുന്ന സ്റ്റേഷനെയാണ് സക്സസർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സ്റ്റേഷൻ ദാറ്റ് ഈസ് ആക്സസിങ് ദ ചാനൽ നൗ is the current station. Predecessor is the station that is logically before the station in the ring, while the successor is the station is after the station in the റിംഗ്. ഓക്കെ, ടോക്കൺ എന്താണ്, ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബിറ്റ് പാറ്റേൺ അല്ലെങ്കിൽ സ്മോൾ മെസ്സേജ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ടോക്കൺ പാസിങ്ങിനകത്ത് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. The performance of a token ring is governed by two parameters which are delay and
ത്രൂപുട്ട്. അപ്പോൾ പെർഫോമൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്, ഡിലേ ആൻഡ് ത്രൂപുട്ട്. ഡിലേ ഈസ് എ മെഷർ ഓഫ് ദി ടൈം. ഡിലേ എന്താണ്? മെഷർ ഓഫ് ദി ടൈം. ഇറ്റ് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ എ പാക്കറ്റ് റെഡി ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് വെൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ ഡിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ പാക്കറ്റ് റെഡി ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് വെൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്. ഇപ്പോൾ ഒരു പാക്കറ്റ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് റെഡിയാകുന്നത് മുതൽ അത് ട്രാൻസ്മിറ്റഡ് ആകുന്നത് വരെയുള്ള ടൈമാണ് ഡിലേ എന്ന് പറഞ്ഞാൽ. ഹെൻസ് ദ ആവറേജ് ടൈം റിക്കോർഡ് ടു സെൻഡ് എ ടോക്കൺ ടു ദ നെക്സ്റ്റ് സ്റ്റേഷൻ ഈസ് A/N. അപ്പോൾ ആവറേജ് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? A/N. ത്രൂപുട്ട് ഈസ് എ, ഇനി നെക്സ്റ്റ് മെഷർ എന്താണെന്ന് നോക്കാം. ത്രൂപുട്ടാണ്. ത്രൂപുട്ട് ഈസ് എ മെഷർ ഓഫ് ദ സക്സസ്ഫുൾ ട്രാഫിക് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഇപ്പോൾ സക്സസ്ഫുൾ ട്രാഫിക് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ചാനലിനെ ത്രൂപുട്ട് എന്ന് പറയുന്നു. ഡിലേ എന്ന് പറയുന്നത് എന്താണ്? ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ പാക്കറ്റ് റെഡി ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് വെൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്. ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് S=1/1 + A/N ഫോർ A < 1. ത്രൂപുട്ട് 1/1 + A/N ഫോർ A < 1. ഇവിടെ A എന്ന് പറഞ്ഞാൽ എന്താണ്? TP/TT. TP എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡിലേയും TT എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഡിലേ. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ ബൈ ട്രാൻസ്മിഷൻ ഡിലേ ഈസ് ഈക്വൽ ടു A. ഫോർ A < 1, ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു 1/1 + A/N. ഓക്കെ. ഇനി A > 1 ആകുന്ന സമയത്ത് ത്രൂപുട്ട് എന്തായിരിക്കും? 1/(S=1/A × 1 + 1/N). N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേഷൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സാണുള്ളത്, ഡിലേയും ത്രൂപുട്ടും. ത്രൂപുട്ട് ഈസ് ദ മെഷർ ഓഫ് സക്സസ്ഫുൾ ട്രാഫിക് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ A < 1 ആണെങ്കിൽ ത്രൂപുട്ട് 1/1 + A/N. A > 1 ആകുന്ന സമയത്ത് ത്രൂപുട്ട് S=1/A × 1 + 1/N. TP പ്രൊപ്പഗേഷൻ ഡിലേയും TT ട്രാൻസ്മിഷൻ ഡിലേയും. A കാൽക്കുലേറ്റ് ചെയ്യും TP/TT. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോക്കൺ പാസിംഗ് മെത്തേഡിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോളിനകത്തുള്ള 3 മെത്തേഡ്സും നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ പാസിംഗ്. അപ്പോൾ 3 മെത്തേഡ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.